KSRTCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഓട്ടോ എക്സ്പോ ആയ ട്രാൻസ്പോ 2025ന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് എക്സ്പോ ആരംഭിച്ചത്. എക്സ്പോയിൽ പങ്കെടുക്കുന്ന വാഹനങ്ങളും KSRTCയുടെ വിവിധ ഡിപ്പോകളിലെയും വിഭാഗങ്ങളിലെയും ജീവനക്കാരും ചെണ്ടമേളവും വിവിധ കലാരൂപങ്ങളും ആയോധന കലകളും മാവേലിയും പുലികളിയും ഉൾപ്പെടെ ഗംഭീര ഘോഷയാത്ര തന്നെയായിരുന്നു വിളംബര ജാഥ. നെറ്റിപ്പട്ടവും മുത്തുക്കുടയും ആലവട്ടവും വെഞ്ചാമരവുമൊക്കെയായി സാക്ഷാൽ ആനവണ്ടിയായി തന്നെയാണ് വർക്ക്ഷോപ്പ് ബസ്സിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ എക്സ്പോയിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ പുതിയതായി ഇറക്കിയ ബസ്സുകളെല്ലാം തന്നെ കനകക്കുന്നിൽ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനവണ്ടി പ്രേമികൾ നിർമ്മിച്ച ബസ്സുകളുടെ മിനിയേച്ചറുകളും KSRTCയെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസിന്റെ കളക്ഷനുകളുമാണ് എക്സ്പോയിലെ മറ്റൊരു പുതുമ. ഉച്ചയോടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ട്രാൻസ്പോ 2025 ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുതിയതായി ഇറക്കിയ ബസ്സുകളെല്ലാം പ്രദർശനത്തിനായി ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. നമുക്കിനി ഓരോ ബസ്സുകളെയും വിശദമായി കാണാം. AC സീറ്റർ ബസ്സാണ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത്. അശോക് ലെയ്ലാൻഡിന്റെ 13.5 മീറ്റർ നീളമുള്ള 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സാണിത്. മുന്നിലും പിന്നിലും എയർ സസ്പെൻഷനുള്ള ഈ ബസ്സിന്റെ മാക്സിമം പവർ 250 bhp ആണ്. ബാംഗ്ലൂരിലെ പ്രകാശ് കമ്പനിയാണ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഡാഷ് ക്യാമറയും 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കോക്പിറ്റിൽ കാണാം. ഉള്ളിൽ 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന റിക്ലൈനിങ് സീറ്റുകളാണുള്ളത്. ഓരോ സീറ്റുകൾക്കും മൊബൈൽ ചാർജിംഗ് പോർട്ടുകളുമുണ്ട്. കൂടാതെ ഒരു ആൻഡ്രോയിഡ് TV കൂടി ബസ്സിൽ ഒരുക്കിയിരിക്കുന്നു. നോൺ AC ഓർഡിനറി ബസ്സാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ഐഷർ കമ്പനിയുടെ 8.25 മീറ്റർ നീളമുള്ള 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സാണിത്. 2x2 ലേഔട്ടിൽ 28 പേർക്കിരിക്കാവുന്ന ഈ ബസ്സിന് 120 bhp ആണ് മാക്സിമം പവർ. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഈ ബസ്സിൽ ഫ്രണ്ടിൽ ഡാഷ് ക്യാമറയും സീറ്റുകളിൽ മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി ഈ കൂട്ടത്തിലെ കൊമ്പനായ വോൾവോ മൾട്ടി ആക്സൽ AC സീറ്റർ ബസ്സിലേക്ക് കയറാം. 2x2 ലേഔട്ടിൽ 51 പേർക്കിരിക്കാവുന്ന 15 മീറ്റർ നീളമുള്ള 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സാണിത്. ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാവുന്ന എയർ സസ്പെൻഷൻ സിസ്റ്റം മുന്നിലും പിന്നിലുമുണ്ട്. ടെക്നോളജിയിലും വലുപ്പത്തിലും മാത്രമല്ല കരുത്തിലും വമ്പനാണ് ഈ ബസ്. 6 സ്പീഡ് iShift AMT ഗിയർ ബോക്സ് ഉള്ള ഈ ബസ്സിന്റെ മാക്സിമം പവർ 360 bhp ആണ്. KSRTC എന്ന ബാഡ്ജിംഗ് ഉള്ള ബ്ലാക്ക് കളേർഡ് ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇതിലൊരുക്കിയിട്ടുള്ളത്. ലക്ഷറി കാറുകളുടെ കംഫർട്ടിൽ ഇതിൽ യാത്ര ചെയ്യാം. കാഫ് സപ്പോർട്ടോട് കൂടിയുള്ള റിക്ലൈനബിൾ സീറ്റുകളായതുകൊണ്ട് നന്നായി ചാരിക്കിടന്ന് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സീറ്റുകളുടെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് AC സ്ലീപ്പർ ബസ് കാണാം. നമ്മൾ ആദ്യം കണ്ട അശോക് ലെയ്ലാൻഡ് AC സീറ്റർ ബസിന്റെ സെയിം കോൺഫിഗറേഷനുള്ള ബസ്സാണിത്. 2x1 ലേഔട്ടിൽ 36 പേർക്ക് ഈ ബസ്സിൽ കിടക്കാം. മറ്റ് ബസ്സുകളിൽ കണ്ട പോലെ ഡാഷ് ക്യാമറയും ബെഡുകളിൽ മൊബൈൽ ചാർജിംഗ് പോർട്ടും കൊടുത്തിരിക്കുന്നു.
നല്ല കുഷ്യനിങ്ങോട് കൂടിയുള്ള ബെഡുകളാണ്. അതുപോലെ 2 പേർ കിടക്കുന്നിടത്ത് പ്രൈവസിക്ക് വേണ്ടി ഒരു ചെറിയ സെപ്പറേഷനും വലിയ കേർട്ടനുകളും കൊടുത്തിട്ടുണ്ട്. ഇതേ കോൺഫിഗറേഷനുള്ള ഷാസിയിൽ നിർമ്മിച്ച AC സ്ലീപ്പർ കം സീറ്റർ ബസ്സാണ് തൊട്ടടുത്തുള്ളത്. 2x1 ലേഔട്ടിൽ 18 പേർക്ക് കിടന്നും 36 പേർക്ക് ഇരുന്നും ഈ ബസ്സിൽ യാത്ര ചെയ്യാം. നിലവിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന KSRTCയുടെ ലക്ഷറി ക്ലാസ് ബസ്സാണിത്. എക്സ്പോയിൽ എത്തുന്നതിന് മുൻപേ ചർച്ചാ വിഷയമായ നോൺ AC പ്രീമിയം സൂപ്പർഫാസ്റ്റിനെയും പുതിയ ഫാസ്റ്റ് പാസഞ്ചറിനെയും നമുക്കിനി പരിചയപ്പെടാം. 2 ബസ്സുകളും ടാറ്റയുടെ 11.25 മീറ്റർ നീളമുള്ള 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സുകളാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും 180 bhp മാക്സിമം പവറുമുള്ള ഈ ബസ്സുകളുടെ ബോഡി ഗോവയിലെ ACGL കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാഷ് ക്യാമറയും ആൻഡ്രോയിഡ് TVയും സീറ്റുകളിൽ മൊബൈൽ ചാർജിംഗ് പോർട്ടുകളുമായി സാധാരണക്കാർക്കും മികച്ച സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് ഈ 2 ബസ്സുകളും വന്നിരിക്കുന്നത്. ആനവണ്ടി പ്രേമികൾ ഹോട്ട് സീറ്റ് എന്ന് വിളിക്കുന്ന ഫ്രണ്ട് സീറ്റിലെ സിംഗിൾ സീറ്റ് ഈ ബസ്സിലും ചെയ്തിട്ടുണ്ട്. 3x2 ലേഔട്ടിൽ 49 പേർക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാം. സൂപ്പർ ഫാസ്റ്റിന് പിന്നിൽ എയർ സസ്പെൻഷനും ഫാസ്റ്റ് പാസഞ്ചറിന് മുന്നിലും പിന്നിലും ലീഫ് സ്പ്രിങ്ങുകളുമാണ് ഉള്ളത് എന്നാണ് വ്യത്യാസം. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്ത ബസ്സുകളാണ് ഇവ രണ്ടും. KSRTCയുടെ പുതിയ സെഗ്മെന്റായ ലിങ്ക് ബസ്സാണ് അടുത്തത്. ലെയ്ലൻഡിന്റെ 10.5 മീറ്റർ നീളമുള്ള 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സാണിത്. മാക്സിമം പവർ 147 bhp. 2x2 ലേഔട്ടിൽ 38 പേർക്ക് ഇരിക്കാവുന്ന ഈ ബസ് നോൺ AC ഷോർട്ട് ഡിസ്റ്റൻസ് ഫാസ്റ്റ് പാസഞ്ചർ എന്ന പുതിയ വിഭാഗത്തിലേക്കാണ് വരുന്നത്. ഇതിലും ഡാഷ് ക്യാമറ, സീറ്റുകളിൽ മൊബൈൽ ചാർജിംഗ് പോർട്ട് എന്നിവ കൊടുത്തിട്ടുണ്ട്. പുറമേ നോക്കിയാൽ പഴയ സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ കിളിപ്പച്ച കളർ ലിവറിയാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. ബസ്സുകൾക്കൊപ്പം മറ്റു വാഹനങ്ങളുടെയും അനുബന്ധ ടെക്നോളജികളുടെയും പ്രദർശനം തൊട്ടടുത്തുള്ള പവലിയനുകളിൽ നടക്കുന്നുണ്ട്. നവകേരള ബസ് വന്നപ്പോൾ നമ്മൾ കേട്ട ബസ്സിലേക്ക് കയറാനുള്ള ലിഫ്റ്റിന്റെ മോഡൽ ഈ പവലിയനിലെ മെയിൻ ഐറ്റം തന്നെയായിരുന്നു. രാത്രിയായതോടെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ വൻ ജനത്തിരക്കാണ് എക്സ്പോയ്ക്ക് അനുഭവപ്പെട്ടത്. ലൈറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബസ്സുകളുടെ ഇന്റീരിയർ ഒരിക്കൽ കൂടി കയറി കണ്ടു. വോൾവോയിൽ കയറാൻ വേണ്ടിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് മറ്റു പവലിയനുകളിലും ഭക്ഷണശാലകളിലും ഇഷ്ടം പോലെ ആളുകളുണ്ട്.
അത്യാഡംബര കാറുകളായ റോൾസ് റോയ്സിനും പോർഷയ്ക്കുമൊപ്പമായിരുന്നു നമ്മുടെ വോൾവോ ബസ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനം കാണാൻ തിരക്കുണ്ടായിരുന്നത്. അതോടൊപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ടോയ്സ് കളക്ഷൻ കാണാനും KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനും നിറയെ ആളുകളാണ് കൂടി നിൽക്കുന്നത്. തുടർന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ നടക്കുന്ന സംഗീത പരിപാടി കണ്ട് തിരികെ മടങ്ങി. ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ നടന്ന ട്രാൻസ്പോ 2025 എന്ന ഈ പ്രോഗ്രാം സത്യത്തിൽ KSRTCയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ബസ്സുകളിലെ യാത്രയെക്കുറിച്ചുള്ള ഷോർട്ട് വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. അത് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോയെക്കുറിച്ചും ബസ്സുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതോ എതിർപ്പുകളോ ആകട്ടെ, അത് കമന്റ് ചെയ്യണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.